ഹലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുതിര കപ്പ ഉപ്പേരിയാണ് കേട്ടോ. ഒരു കഷ്ണം കപ്പ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് മുതിരയുണ്ട്, രണ്ടും കൂടെ ഒരു ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. കപ്പ കഷ്ണങ്ങളാക്കി ഒന്ന് വേവിച്ചെടുക്കട്ടെ. നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് അതിൻ്റെ കട്ടൊന്ന് കളഞ്ഞ് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് ശേഷം മുതിര കുറച്ച് എടുത്തിട്ടുള്ളൂ, കുറച്ച് മതി. നമുക്ക് ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള ഉപ്പേരി ഉണ്ടാവും. നമുക്ക് കാണുമ്പോഴേ തോന്നും മുതിര തീരെ ഇല്ലയെന്ന്, പക്ഷേ അത് വെച്ച് കഴിഞ്ഞാലുണ്ടാവും. മുതിര കഴുകി നമുക്ക് ഊറ്റി വെച്ച് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ലോണം വറവായിക്കോട്ടെ. എന്നിട്ട് നമുക്കതിൻ്റെ അരപ്പ് നോക്കാം. തേങ്ങ, പച്ചമുളക്, ചെറിയുള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളകും പൊടി കേട്ടോ. മുളകും പൊടി വേണ്ടെങ്കിൽ ചേർക്കേണ്ട, ചിലവർക്ക് മഞ്ഞ കളറായിരിക്കും. ഞാൻ കുറച്ച് മുളകും പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മുതിര വേവിച്ചെടുക്കുക. കുക്കറിൽ വേവിച്ചെടുത്തിട്ട് ഒരു 5-8 വിസിലടിക്കേണ്ടി വരും. എന്നിട്ട് നമ്മളത് നല്ലോണം വെന്ത് കുഴയണ്ട, എന്നാൽ വേവും വേണം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചതൊരു ചട്ടിയിലിട്ട്, മൺചട്ടിയായിട്ട് എടുത്തിരിക്കുന്ന മൺചട്ടിയിൽ മുതിര ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ച കപ്പ ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ തേങ്ങ അരപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റും കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വറവിടാം. കടുക്, കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വറവിടാം കേട്ടോ. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പേരിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. താങ്ക് യു.